ആരാണ് ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? കേരളം കാത്തിരിക്കുകയാണ്. ആരാകും കേരള മുഖ്യമന്ത്രി? ഉത്തരമറിയാൻ ഇനി വെറും ഒരാഴ്ചയുടെ അകലം മാത്രമാണുള്ളത്. കൂട്ടിയും കിഴിച്ചുമുള്ള ആലോചനയിലാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലേക്ക് ഒരാഴ്ച ദൂരം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ എവിടെ വരെ എത്തി? തുടർഭരണം സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ LDFും 10 വർഷങ്ങൾക്ക് ശേഷം ഭരണം തിരിച്ചുപിടിക്കാം എന്ന ആത്മവിശ്വാസത്തിൽ UDFും നാളുകളെണ്ണി കഴിയുകയാണ്. ഇക്കുറി 2 സീറ്റിലെങ്കിലും താമര വിരിയിക്കാമെന്ന ഉറപ്പിലാണ് NDA. കാണാം ന്യൂസ് ഡെസ്കിൽ നിന്നും വിനയുണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. 1-ാം നമ്പർ സ്റ്റേറ്റുകാരിലേക്ക് ഇനി ഒരാഴ്ച മാത്രം. കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഇനി ഒരാഴ്ചയുടെ ദൂരം. ഏപ്രിൽ 9 നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണികൾ തല പുകഞ്ഞ ആലോചനയിലാണ്. മെയ് 4 പെട്ടി തുറന്നാൽ ആര് ഞെട്ടും, ആര് തൂക്കും? മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് LDF ഇത്തവണ പോരാട്ടത്തിനിറങ്ങിയത്. തുടർഭരണം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. 90 സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ടെങ്കിലും കണക്കെടുപ്പിൽ 72 മുതൽ 77 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. പ്രചാരണ ഫ്ലെക്സുകളിൽ എങ്ങും നിറഞ്ഞു നിന്നത് പിണറായിയുടെ ചിത്രം മാത്രമായിരുന്നു. CPIM, CPI സംസ്ഥാന സെക്രട്ടറിമാരോ LDF കൺവീനറോ പോലുമില്ലാതെ പിണറായിയുടെ ചിത്രത്തിൽ മാത്രം ഊന്നിയുള്ള പ്രചാരണ തന്ത്രമായിരുന്നു LDFന്റേത്. ഒരു സംശയവുമില്ല, 2021 ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റാണ് ഇത്തവണ ജനങ്ങൾ LDFന് നൽകാൻ പോകുന്നത്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. കേരളത്തിന് പിന്നാലെ തമിഴ്നാട്ടിലും 35 വർഷം CPIM ഭരണമുണ്ടായിരുന്ന ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടന്നു. CPIM ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് നിന്ന ഒരു പ്രമുഖ നേതാവ് പോലും ഇവിടങ്ങളിൽ പ്രചാരണത്തിന് പോയിരുന്നില്ല. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഒഴിച്ച കേരളത്തിൽ നിന്നുള്ള ഒരു PB അംഗം പോലും ഈ സംസ്ഥാനങ്ങളിൽ പ്രചാരണ രംഗത്തെ മുഖമായിരുന്നില്ല. കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നേത്രചികിത്സയ്ക്ക് വിധേയനായ മുഖ്യമന്ത്രി വിശ്രമത്തിലാണ്. 10 വർഷത്തെ ഇടതു ഭരണത്തിന് വിരാമമിട്ട് അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിൽ പ്രകടമാണ്. 100 സീറ്റുകളുമായി ടീം UDF അധികാരത്തിലെത്തുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഉറപ്പ് പ്രവർത്തകരെ ആവേശത്തിലാക്കിയിരുന്നുവെന്നത് തീർച്ച. മികച്ച വിജയം നേടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമെന്ന സതീശന്റെ പ്രഖ്യാപനവും വന്നതോടെ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലേക്ക് UDF എത്തി. വോട്ടിംഗ് ശതമാനം ഉയർന്നതും UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ കണ്ട UDFന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. ഉറപ്പായിട്ട് സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗമുണ്ട്. 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. 43 സീറ്റ്. അവിടെ അത്രയും നല്ല പൊളിറ്റിക്കലായിട്ടുള്ള ബേസും സോഷ്യൽ ഇതും പിന്നെ ഇലക്ഷൻ വർക്കും ഒക്കെ ഞങ്ങൾ നന്നായി നടത്തി. ഞങ്ങൾ ടാർഗറ്റ് ചെയ്താണ് ഈ 5 ജില്ല. ഇതോടെയാണ് ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുഖ്യമന്ത്രി പദം സംബന്ധിച്ച അണിയറ നീക്കങ്ങൾ സജീവമായത്. ഒരു വേള പരസ്യമായ വിഴുപ്പലക്കലിലേക്കും സമൂഹ മാധ്യമങ്ങളിലെ പൊങ്ങച്ചം പറച്ചിലിലേക്കും വരെ കോൺഗ്രസിലെ ജനാധിപത്യം കടന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപുള്ള ഇത്തരം ചർച്ചകളിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർക്ക് അമർഷമുണ്ടെങ്കിലും തൽക്കാലം പരസ്യ വിമർശനം വേണ്ടെന്ന നിലപാടിലാണ്. UDF കൺവീനറായ അടൂർ പ്രകാശ് പക്ഷാഘാതം സംഭവിച്ച നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിനിടെയാണ് മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയ മുഖ്യമന്ത്രി ചർച്ച കൊടുമ്പിരി കൊണ്ടത്. പോഡ്കാസ്റ്റ് മുതൽ ഡോക്യുമെന്ററി വരെ ഫ്ലെക്സുകളിൽ തുടങ്ങി സമൂഹമാധ്യമ പോസ്റ്റുകളിലേക്ക് വരെ നീണ്ട പ്രതിച്ഛായ മിനുക്കൽ നീക്കങ്ങൾ. KCO, RCO, VDSO. ആദ്യം വെടിപൊട്ടിച്ചത് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ്. പിന്നാലെ പരസ്യപ്പോരിലേക്ക് കാര്യങ്ങൾ നീണ്ടു. മുഹമ്മദ് ഷിയാസ് പൊട്ടിച്ചത് പടക്കമാണെങ്കിൽ കുഴിമിന്നി പൊട്ടിച്ച K സുധാകരനാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നാവശ്യമായിരുന്നു KS മുന്നോട്ട് വെച്ചത്. 100-ലധികം സീറ്റ് നേടുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDF കണക്കിന്റെ ഭാരം അല്പം കുറച്ചിട്ടുണ്ട്. 80 മുതൽ 90 സീറ്റ് വരെ ഉറപ്പാണെന്ന വിശ്വാസമാണ് ഇപ്പോൾ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ചുരുങ്ങിയത് 81 സീറ്റ് ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകുലു ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ് കണക്കിലെ മറിമായത്തിന് കാരണമായത്. ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം പ്രതീക്ഷ. ശക്തമായ മത്സരം നടന്ന പാലക്കാട് അവസാന ലാപ്പിൽ UDF മുന്നിൽ കയറിയെന്ന ആശങ്ക BJPക്കുണ്ട്. മഞ്ചേശ്വരം, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, ചാത്തന്നൂർ, ആറന്മുള, തിരുവല്ല, ഹരിപ്പാട്, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ
വോട്ട് വിഹിതം ഉയർത്താമെന്ന കണക്കുകൂട്ടലിലാണ് BJP. ഒരു ക്ലിയർ മാൻഡേറ്റ് CPM-നും കിട്ടില്ല, കോൺഗ്രസിനും കിട്ടില്ല എന്ന് 100% ആത്മവിശ്വാസമുണ്ട്. BJP ഇവിടെ ഒരു നിർണായകമായ ശക്തിയായി മാറും ഈ ഇലക്ഷനിൽ. ജനങ്ങളത് അങ്ങനെ BJPക്ക് ഒരു റോള് തരും എന്ന് എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ദേശീയ നേതാക്കളുടെ നീണ്ട നിരയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ എന്നിവരുടെ റോഡ് ഷോയും കൺവെൻഷനുകളുമായി BJP പ്രചാരണത്തിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ UDF പ്രചാരണായുധമാക്കിയതോടെ അവസാന ലാപ്പിൽ തിരിച്ചടി നേരിട്ടെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. 10 മുതൽ 12 സീറ്റ് വരെ എന്ന അവകാശവാദങ്ങളെല്ലാം അസ്ഥാനത്താകുമോ എന്ന ആശങ്ക ഒരു വശത്തുണ്ട്. എന്നാൽ 2020യുടെ കടന്നുവരവ് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് NDA കരുതുന്നു. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.